ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോസിലൂടെ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട, ഈ വീഡിയോസ് സീരീസിലൂടെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെ റൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും പേടിക്കണ്ട കേട്ടോ, ഭയങ്കര അങ്ങനത്തെ റൂൾസൊന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും റൂൾസ് ഫോളോ ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റൂളെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഓരോ വീഡിയോസും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നിങ്ങൾ ക്ലിയറായിട്ട് വാച്ച് ചെയ്തിരിക്കണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതിനിടയ്ക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാകും. നമ്മൾ ഡ്രാഫ്റ്റിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സ്പീഡ് ഇട്ടിട്ട് സ്പീഡിൽ നമുക്ക് കണ്ടുപോകാം, അല്ലാതെ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂള്. ഇനി സെക്കൻഡ് റൂളെന്ന് പറഞ്ഞാൽ, ഞാനിത് ഭയങ്കര നീളമുള്ള വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം ഒരു 10 മിനിറ്റിനകമുള്ള വീഡിയോസൊക്കെ മാക്സിമം, ഇനിയിപ്പം കൂടിപ്പോയാൽ ഒരു 15 അങ്ങോട്ടും ഇങ്ങോട്ടും ചില വീഡിയോസിൽ ചേഞ്ച് ചെയ്യും എന്നുള്ളല്ലാതെ ഒരു 10 മിനിറ്റിനകത്ത് നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഫ്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് ഒക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ആ വീഡിയോസൊക്കെ വരുമ്പോൾ നന്നായിട്ടൊന്ന് കാണണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, മസ്റ്റായിട്ട് ഒരു നോട്ട്ബുക്കും ഒരു പെന്നും നിങ്ങളുടെ അടുത്ത് വേണം. കാരണം ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനാവും, വീണ്ടും ബാക്കിലോട്ട് വന്ന് വീഡിയോസ് എടുത്ത് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാവും. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഒരു ബുക്കും ഒരു പേനയും കരുതുക. പിന്നെ നമുക്ക് പടങ്ങളൊക്കെ വരയ്ക്കേണ്ടി വരുവാണെങ്കിൽ ഇല്ലുസ്ട്രേഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം സ്കെയില്, പെൻസില്, എറേസർ, ഷാർപ്പനർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കരുതുക. ഇനി ഓരോ വീഡിയോസ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ എടുത്ത് വെക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ മുൻകൂട്ടി നിങ്ങളടുത്ത് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറയും. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, പാറ്റേൺ മേക്കിങ്ങിൻ്റെ ടൈം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ചിലപ്പം ചിലർക്കൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ചെറിയ അസൈൻമെൻറ്റ്സ് ഒക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ ഇടും കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എനിക്കൊപ്പം എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്കൊരു അടിപൊളി ഒരു ഓൺട്രപ്രണറോ ഒരു ഫാഷൻ ഡിസൈനറോ ഒരു ഓൺട്രപ്രണറോ ഒക്കെ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ റൂൾസ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ വെൽക്കം ടു നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ. എൻ്റെ പേര് നീമ സജു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്? നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ തംബ്നെയിലിൽ. എന്താണ്? അനാട്ടമി, ഹ്യൂമൻ അനാട്ടമി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെന്താണ്, നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഈ ബോട്ടണി സുവോളജിയും ഒക്കെ പഠിച്ച് ഈ ഭയങ്കര ബോറായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും അനാട്ടമിയോ? പക്ഷേ ആ അനാട്ടമി അല്ല ഇവിടുത്തെ അനാട്ടമി. ഇവിടുത്തെ അനാട്ടമി എന്ന് പറഞ്ഞാൽ കുറച്ച് ടേംസാണ്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. അതായത് നമുക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണുള്ളത്. എന്താണെന്ന് പറയാമോ? മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. എന്താണ് ഫാഷൻ ഡിസൈനിങ് യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ? ഒന്നെന്ന് പറഞ്ഞാൽ ഫാബ്രിക് ഇല്ലാതെ പിന്നെ എന്ത് ഡിസൈനിങ് അല്ലേ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലല്ലേ നമ്മൾ ഈ ചെയ്ത സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിനുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ ബോഡിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ ഹ്യൂമൻ ബോഡിയിലുള്ള ആ ഒരു
അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഫാഷൻ ഡിസൈനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡ്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഡ്രാഫ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരാളാണ് നമുക്ക് ആ വർക്ക് ചെയ്ത് തരുന്നതെന്ന് വെച്ചോ, ഒരു മാസ്റ്ററിൻ്റെ കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത് ടൈലറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പുള്ളിക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ, ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം, ഇന്ന സ്ഥലത്ത് ഇത് വേണം. അല്ലാതെ അതായത് ഒരു കോമൺ ടേം വേണം അല്ലേ, നമുക്കും അവർക്കും ഇടയിൽ, അതായത് ഈ ഇൻഡസ്ട്രീൻ്റെ ഇടയിൽ നമുക്കൊരു കോമൺ ടേം വേണം എല്ലാത്തിനും. അപ്പോൾ ഈ കോമൺ ടേംസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഓരോ പാർട്ടും നമ്മൾ എഴുതി കൊടുക്കണം അവർക്ക്. അതായത് നമ്മൾ ഇന്ന സ്ഥലത്ത്, അതായത് നെക്കിൽ എന്തെങ്കിലും മാറ്റം വയ്ക്കണമെങ്കിൽ ആ ഒരു ടേം എഴുതിയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് വെക്കണം. അല്ലെങ്കിൽ സ്ലീവിൽ ഏത് സ്ലീവാണ് നമുക്ക് വേണ്ട, പഫ് ഉള്ളത് വേണോ അല്ലെങ്കിൽ എൽബോ സ്ലീവ് വേണോ, അങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കണം ഇന്ന സ്ഥലങ്ങളിൽ അപ്പം അവർക്ക് മനസ്സിലാകണം, നമുക്കും മനസ്സിലാകണം അല്ലേ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഒരു കോമൺ ടേം വേണം ഈ ഹ്യൂമൻ ബോഡീന്. അപ്പോൾ ആ ടേംസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹ്യൂമൻ അനാട്ടമി. അപ്പോൾ ഞാനിത് പറയുമ്പോഴത്തേനും ഞാനിത് ഇവിടെ 2 പിക്ചേഴ്സ് ഇട്ടേക്കും. ഒരു ഫ്രണ്ട് ബോഡി പാർട്ടും ബാക്കുമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതാണ് ഓരോ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് സംഭവം എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നെക്ക് പിച്ച് എന്ന് പറയും. അപ്പോൾ എന്താണ് നെക്ക് പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഇവിടെ ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു കുഴി കാണും ഇങ്ങനെ. ഈ ഒരു കുഴിയാണ് നമ്മൾ പറയുന്നത് നെക്ക് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ നെക്ക് പിച്ചിൻ്റെ യൂസ് എന്തായിരിക്കും? നെക്ക്, അതായത് നമുക്ക് നെക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇതിന് മെയിനായിട്ട് ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഫസ്റ്റ് വൺ ഈസ് നെക്ക് പിച്ച്. വേണമെന്നുണ്ടെങ്കിൽ ഈ പിക്ചറും കൂടെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പം ഇതും കൂടെ എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്ക് പിച്ച്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കോളർ ബോൺ. എന്താണ് കോളർ ബോൺ? എല്ലാവർക്കും അറിയാമല്ലോ. കോളർ ബോണത്തെ ഇവിടുത്തെ ഇങ്ങനത്തെ വരുന്ന ഇവിടുത്തെ 2 ബോൺസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോളർ ബോൺ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഇതിനകത്ത്. പക്ഷേ ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വന്ന് പറയും, ഞാൻ ഭയങ്കര തിന്നാണ്, എനിക്ക് കോളർ ബോൺ കാണുന്നത് ഇഷ്ടമല്ല, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ഇതിൽ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, അതൊന്ന് കവർ ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമുക്ക് കോളർ ബോണിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ കോളർ ബോൺ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളർ ബോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേം നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി തേർഡ് വൺ ഈസ് എന്താണ് വരുന്നത്? ഷോൾഡർ ടിപ്പ്. ഷോൾഡറിൻ്റെ ടിപ്പ് ഇവിടെ ഈ 2 ഷോൾഡറിൻ്റെ. അപ്പോൾ നമുക്ക് ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഷോൾഡർ ടിപ്പ് എടുക്കേണ്ട അത്യാവശ്യം വരും. കാരണം ഇവിടുത്തെ ആ ഒരു ഇത് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാമായിരിക്കും എന്താണ് ഷോൾഡർ ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 3ാമത്തത് ഷോൾഡർ ടിപ്പ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ആം ഹോള്. നമ്മൾ ചെയ്യുന്നില്ലേ ആം ഹോള്, നമ്മുടെ ഈ ഒരു പോർഷനിലാണ് ആം ഹോൾ എന്ന് പറയുന്നത്. അപ്പം ആം ഹോൾ അല്ലെങ്കിൽ ആംപിറ്റ് അല്ലെങ്കിൽ അണ്ടർആംസ് എന്നൊക്കെ പറയും. അപ്പോൾ 4th വൺ ഈസ് ആംപിറ്റ് അല്ലെങ്കിൽ ആം ഹോൾ അല്ലെങ്കിൽ അണ്ടർആംസ്. ഇനി 5ാമത്തെ എന്താണ്? അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മൾ ഡ്രാഫ്റ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പെക്സ് പോയിൻ്റ് എന്ന് പറയും. അപ്പെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയും. അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ്റ്റ് പോയിൻ്റ് എന്ന് പറയും. അപ്പം ഇത് ഓർത്ത് വച്ചേക്കുക. ഇനി എന്താണ് ബൈസെപ്സ്? എന്താണ് ബൈസെപ്സ്? നമ്മൾ ജിമ്മിലൊക്കെ പോണവർക്ക് അറിയായിരിക്കുമല്ലേ ബൈസെപ്സ് എന്താണെന്ന്. അത് തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഷോൾഡറിനും ഈ എൽബോയ്ക്കും ഇടയ്ക്കുള്ള ഫുൾ പാർട്ട്, അതായത് ഏറ്റവും വീതി കൂടിയ പാർട്ടിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ബൈസെപ്സ്. ഓക്കെ, അപ്പം അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ടേമിനാണ് ഇവിടുത്തെ ഈ ഒരു പോർഷനാണ് നമ്മൾ പറയുന്നത് എന്താണ്, ബൈസെപ്സ്. അടുത്തതാണ് വേസ്റ്റ്.
ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ടല്ലേ, യെസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലി ബട്ടൺ ഇല്ലേ, ആ ബെല്ലി ബട്ടണിൻ്റെ ചുറ്റിനുള്ള പോർഷനെയാണ് നമ്മൾ പറയുന്നത് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഷേപ്പ്, ആ ഒരു നമ്മുടെ ഫിറ്റിങ്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എഴുതി വെച്ചോളൂ വേസ്റ്റ്. എട്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? നീ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എന്താണ്? നമ്മുടെ കാൽമുട്ടിൻ്റെ ആ ഒരു പോർഷനെയാണ് നമ്മൾ നീ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ നീയൊക്കെ നമ്മുടെ ഒരു ഷോർട്ട് ഡ്രസ്സൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സ്കേർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും, നീ ലെവൽ സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് നീൻ്റെ ആവശ്യം നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടേമാണ് നീ. ഒൻപതാമത്തെ എന്താണ്? 9th വൺ സ്മോൾ എന്ന് പറയും. സ്മോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീൻ്റെ തൊട്ട് താഴെ, നമ്മുടെ ലെഗിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക, നീൻ്റെ ബാക്ക് എടുക്കുക, ബാക്കിൻ്റെ തൊട്ട് താഴെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, ജസ്റ്റ് ഒരു കുഴി പോലെ ഇങ്ങനെ കാണുന്നില്ലേ, ആ നീൻ്റെ ബാക്കിൽ ജസ്റ്റ് ആ ഒരു കുഴി കാണുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ എന്ന് പറയുന്നത്. അപ്പം ഇത് നീക്ക് ജസ്റ്റ് താഴെ എടുക്കുന്ന അളവുകൾ, അങ്ങനത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ യൂസ് ചെയ്യുന്നത്? സ്മോൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്? കാഫ് എന്താണ്? നമ്മുടെ നീക്കും ആംഗിളിനും ഇടയ്ക്കുള്ള ഏറ്റവും ഫുള്ളസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ പറയുന്നത് കാഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ മുട്ടിനും നമ്മുടെ ആംഗിളില്ലേ, കാലിൻ്റെ ആംഗിൾ എന്തെങ്കിലും നോക്കിയാൽ മതി, ആംഗിളിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫുള്ളസ്റ്റ് പാർട്ടിനെയാണ് നമ്മളെന്ന് പറയുന്നത് കാഫ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ആങ്കിൾ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആങ്കിൾ ലെങ്ത് പാൻസ് ഇപ്പം വളരെ സുലഭമാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ആങ്കിൾ എന്ന് പറയുന്നത്. കാലിൻ്റെ ആ ഒരു കണ്ണെന്ന് പറയും അല്ലേ, നമ്മൾ കാലിൻ്റെ കണ്ണെന്ന് പറയും, അതാണ് ആങ്കിൾ. 12th വൺ 12ാമത് എന്താ എഴുതിയിരിക്കുന്നത്? നാപ്പ്. എന്താണ് നാപ്പ്? നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ കഴുത്തിൻ്റെ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ ഒരു ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു നെക്ക് പിച്ച്, ഈ നെക്ക് പിച്ചിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് കഴുത്തിൻ്റെ ബാക്കിലുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ പറയുന്നത് നാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 13th എന്ന് പറയുന്നത് ബ്ലേഡ്. എന്താണ് ബ്ലേഡ്? മുറിക്കുന്ന ബ്ലേഡാണോ? അതല്ല. ആക്ച്വലി ഈ ബ്ലേഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ക്ലോത്ത്സിൽ സാധാരണ യൂസ് ചെയ്യാറില്ല. വെസ്റ്റേൺ വെയേഴ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ബ്ലേഡിൻ്റെ ഉപയോഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ വെയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ചോണം എന്താണ് ബ്ലേഡ് എന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ 14th വൺ എന്താണ്? 14th എന്ന് പറഞ്ഞാൽ എൽബോ. എല്ലാവർക്കും അറിയാം അല്ലേ എൽബോ എന്താണെന്ന്, ഇത് അല്ലേ. അപ്പോൾ എൽബോ ലെങ്ത്, സ്ലീവ്സ് ഒക്കെ നമുക്കിപ്പം ഉള്ളതല്ലേ. ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽബോ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഹിപ്പ് അല്ലെങ്കിൽ സീറ്റ് എന്ന് പറയും. ഹിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഫുള്ളസ്റ്റ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും വിട്ട് കൂടിയ പോർഷനാണ് നമ്മുടെ ഹിപ്പ്. എന്താണ് നമ്മുടെ ഹിപ്പ്? കണ്ടോ, ഹിപ്പ് എവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? അതായത് ഏറ്റവും വിട്ട് കൂടിയ പോർഷനാണ് ഹിപ്പ്. ഇത് അപ്പർ ഹിപ്പ് ഉണ്ട് കേട്ടോ. അപ്പർ ഹിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റിൻ്റെ നേരെ നമ്മളെ ഈ ഈ കാലിൻ്റെയൊക്കെ ഈ ബോൺസ് തുടങ്ങുന്ന ആ ഒരു പോർഷനില്ലേ, അതിൻ്റെ റൗണ്ട് ആയിട്ടുള്ള ആ ഒരു പോർഷന് നമ്മൾ എന്താ പറയുക? അപ്പർ ഹിപ്പ് എന്ന് പറയും. പിന്നെ ഫുള്ളസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ ഹിപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സീറ്റ് എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതാണ് ഹിപ്പ് ഓർ സീറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? തൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തുടയുടെ ഈ ഭാഗത്തിനാണ് തൈ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു അപ്പർ ഹിപ്പിനും ഈ നീക്കും ഇടയിലുള്ള ഏറ്റവും ഫുള്ളസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ തൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റാണ് നമ്മുടെ തൈയിൽ എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് എന്താണ്? ഹീൽസ് അറിഞ്ഞിടാത്ത ആരും ഇല്ലല്ലോ അല്ലേ, നമ്മളെല്ലാവരും ഇടുന്ന സാധനമല്ലേ ഹീൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ ഉപ്പൂറ്റി അല്ലേ, മലയാളത്തിൽ ഉപ്പൂറ്റി എന്ന് പറയും, ആ സംഭവത്തിനാണ് നമ്മൾ ഹീൽസ് എന്ന് പറയുന്നത്. നമ്മൾ പാൻസ് അല്ലേ, ചുടി ബോട്ടമൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ് ഈ ഹീൽ എന്ന് പറയുന്നത്. അതിൽ കൂടെ കയറ്റേണ്ടി വരും. അപ്പം ഇത്രയാണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബോഡി ടേംസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് സെഷൻ നമ്മൾ ഇല്ലുസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. ഒരു 8 ഹെഡ് തിയറി എന്നാണ് പറയുന്നത്. തിയറി എന്നൊക്കെ കേട്ട് നിങ്ങൾ നീറ്റ് ഓടിക്കളയരുത് കേട്ടോ. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതായിരിക്കും വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് 8 ഹെഡ് തിയറിയുമായിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു.